നിങ്ങളൊന്നും മിണ്ടായിരിക്കും ഓൻ വരട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. എന്ത് മുണ്ടാതാക്കണേ, എന്ത് തട്ടിപ്പിൽ എഴുത്തേറ്റ് ആവാൻ വന്നിക്കണത്? ഓനെ പെണ്ണിട്ട ഇതന്നെ പണി, ഓനതിന്റെ ഏർപ്പാടാണോ? ഈ എഴുത്ത് കണ്ടപ്പോ തന്നെ അറിയാൻ കൂട്ടത് ഇത് തട്ടിപ്പിന്റെ എഴുത്താണ്. ഓന്റെ തനി തട്ടിപ്പാണിത്. ഓന്റെ പുതിയ ഇതോട് കഴിച്ചാണ് ഞമ്മക്ക്. ഓന്റെ 13ാമത്തെ കല്യാണാണല്ലോ അത്. ഓന്റെ അമ്മോനെ അമുക്കുണ്ടോ? രണ്ടും വരട്ടെ, രണ്ടിനും ഞമ്മക്ക് പൊടിയാക്കണം. ഓന്റെ കച്ചും കാലും വെട്ടി മുറിച്ചണം ഞമ്മക്ക്. ആ കുറെ നേരമായോ കാത്തു നിൽക്കുന്നു. അസ്സലാമു അലൈക്കും. എന്തിനാ അടിച്ചത്? കാണിച്ചേരടാ നിന്നെയൊക്കെ കളി. അർഫാത്തെ, എന്താ ഡോക്ടറെ, നിങ്ങൾക്കൊന്ന് ചെളി കുളിക്കണോ? പണക്കാരന്റെ മോനാണെന്ന ഹുങ്ക് ഇവിടുത്തെ പാവപ്പെട്ട പെമ്പിള്ളേരെ നേർക്ക. ഓളമേത്ത് ലേശം ചളി തെറിച്ചപ്പോഴേക്ക് നിങ്ങൾക്ക് പൊള്ളിയോ? മുന്നോട്ട് കൊണ്ടുപോയവരെ അലക്ഷ്യമായിട്ട് കൈകാര്യം ചെയ്തിട്ടുള്ളതാണ്. ഉത്തരവാദികളായവരുടെ പേരിൽ കർശനമായുള്ള നടപടി സ്വീകരിക്കും. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനിടെ ഉണ്ടായ സുരക്ഷാ പാളിച്ചയെക്കുറിച്ച് ഇന്റലിജൻസ് ADGP ജേക്കബ് പുന്നൂസ് അന്വേഷണം തുടങ്ങി. പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം വഴിമാറി സഞ്ചരിച്ച സ്ഥലം സുലൈക്ക ജഗത്ത് പോ. എന്റെ ഒരു ചക്കാത്ത കൊടുക്കല് ഇഞ്ച മുതലോണ്ടിച്ച് വലിയ ആളാകണ്ട. എടി അനക്കറിയോ, ഇവനൊക്കെ പടച്ചോൻ തന്നെ കൈവിട്ടതാ. പടച്ചോൻ വേണ്ടാന്ന് വെച്ചോണ്ടല്ലേ ഓനെ കണ്ണുട്ടനാക്കിയത്. അതെ, അങ്ങനെ പറയരുത്. നിങ്ങളൊക്കെ സഹായിച്ചാലേ എനിക്കും കുട്ടിക്കും അയിരെ അങ്ങ് കഴിയുള്ളൂ. എടാ, ഇജ്ജൊക്കെ പടച്ചോൻ വെടിഞ്ഞ കൂട്ടത്തിലാ. പടച്ചോന് തോന്നാത്ത സ്നേഹം ഞാൻ എന്നോട് കാട്ടിയാല് പടച്ചോൻ എന്നോട് പൊറുക്കൂല. അതുകൊണ്ട് ഇജ്ജ് വിട്ടോ. മോനെ അർഫാത്തെ, എന്താ എനിക്ക് പറ്റി? എന്താ മോത്തൊക്കെ ചളി? അത് പിന്നെ ആരാ എന്റെ കുട്ടിനെ തല്ലിയത്? ആ ഹോമിയോ ഡോക്ടർ റഹീം. എന്തിന് പറ. അയാൾ എന്നെ ചളിയിലേക്ക് അടിച്ചിട്ടു. എപ്പോ? ആ മൊല്ലാക്കാന്റെ മോളുണ്ടല്ലോ സെലീന, ഞാനതിലെ ബൈക്ക് ഓടിച്ചു വരുമ്പോ അറിയാതെ ലേശം ചളി തെറിച്ചു. അതിനാ എന്നെ തല്ലിയത്. ബാപ്പാന്റെ അടുത്ത് പൈസ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് എന്താ, ആൾക്കാർക്ക് ഒരു വിലയില്ല. മോനെ എന്താ അതൊക്കെ? മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കാൻ എനിക്കറിയാം, കാണിക്കാൻ ഞാൻ. മൊല്ലാക്ക, നിങ്ങളിത് കണ്ടോ? എന്താ കാണാറാ? ഞാൻ വായിച്ച ജന കാട്ടിക്കാതെ ഈ എരുംപൊളിയുള്ള വർത്താനാണെങ്കിൽ ഇപ്പം നാടാകെ പറഞ്ഞിറക്കും. വല്ല സ്ഫോടനവുമാണോ? സ്ഫോടനവും ബോംബൊന്നും അല്ലത്. വിവാഹ വീരൻ പിടിയിലായി. അത് ഇജ്ജ് വായിച്ചാ ശരിയാവില്ല. വായിച്ചാ വിവരല്ലോ ഇവിടെ വേറുണ്ട്. മാഷ് ഇതൊന്നാണ് വായിച്ചാണി. കുറ്റിപ്പുറം വിവാഹവീരനെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. ആലപ്പുഴ സ്വദേശി ഉമ്മർകുട്ടി എന്ന ഉമ്മറാണ് പിടിയിലായത്.
വിവിധ സ്ഥലങ്ങളിൽ നിന്നായി 12 വിവാഹങ്ങൾ കഴിച്ചിട്ടുണ്ട്. ഓരോ സ്ഥലങ്ങളിലും ഓരോ പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. കുറ്റിപ്പുറത്തിനടുത്തെ അരീപ്പുഴയിൽ വെച്ച് 13ാമത്തെ നിക്കാഹിന് വരുമ്പോൾ അന്വേഷണത്തിൽ സംശയം തോന്നിയ നാട്ടുകാരാണ് കൈകാര്യം ചെയ്തതിനു ശേഷം പോലീസിൽ ഏൽപ്പിച്ചത്. നിലമ്പൂരിനടുത്ത പൊന്നാങ്കര സ്വദേശിയായ സാബിറയാണ് ആദ്യ ഭാര്യയെന്നും അതിലൊരു കുട്ടിയുണ്ടെന്നും ഉമ്മറുട്ടി പോലീസിനോട് സമ്മതിച്ചു. കഴിഞ്ഞ 12 വർഷത്തോളമായി മലപ്പുറം ജില്ലയിലെ പല സ്ഥലങ്ങളിലായി താമസിച്ചു കൊണ്ടിരുന്ന ഇയാളെ കോടതി 15 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. പടച്ചോനെ, ഇത് നമ്മളെ മനാപ്പാണല്ലോ. അതന്നെ ഓനെ കുറച്ചു കാലമായിട്ട് ഇതിലൊന്നും കാണാത്ത. അടിക്കടി പ്രശ്നങ്ങളാണല്ലോ മൊല്ലാക്കങ്ങൾക്ക്. പഠിച്ചോങ്ങളെ കൈവിട്ടോ? ഇതൊക്കെ പടച്ചോന്റെ ഒരു പരീക്ഷണാണ്. മൊത്തം കിട്ടേണ്ട പരീക്ഷണാണ് പഠിച്ച മൊല്ലാക്കക്ക് മാത്രമായിട്ട് കൊടുത്തുക്കണതേ. നാട്ടുകാരെ മുഴുവൻ ഉപദേശിക്കാൻ നടക്കണ മൊല്ലാക്കാന്റെ ഒരു ഗതിയേടേ. ഒരു മകനാണെങ്കിൽ തല്ലിപ്പൊളിയായിട്ട് പോയി, ഇപ്പം മരോനാണെങ്കിൽ ഇങ്ങനെ. എന്താ നിങ്ങൾ ഈ പറയണേ? ഒരാളിങ്ങനെ വിഷമിച്ചിരുന്ന സമയത്ത് വെറുതെ കലവിലോ വിടുക നിങ്ങള്? ആ, അവര് പറയുന്നൊക്കെ പറയട്ടെ. അങ്ങനെയെങ്കിലും ഒരു മനസ്സമാധാനം കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ. പേപ്പറിൽ ഈ വാർത്ത വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഈ കാര്യം അറിഞ്ഞിരുന്നു. ഇതറിയുമ്പോൾ നിങ്ങൾ പലർക്കും കുറച്ച് ദിവസം സന്തോഷിക്കാനുള്ള വക ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ എനിക്കിതിലൊരു വിഷമമില്ല. നിങ്ങൾക്ക് കുറച്ചുകൂടി വകയുള്ള വേറൊരു വാർത്ത ഈ പത്രത്തിൽ തന്നെ ഉണ്ട്. ദുബായിൽ വെച്ച് നിര്യാതനായി. ദുബായിലെ പ്രമുഖ വ്യവസായിയും വടകര സ്വദേശിയുമായ CK അബ്ദുള്ള ഹാജി ഹൃദയസ്തംഭനം മൂലം നിര്യാതനായി. കഴിഞ്ഞ മാസം വ്യവസായ ആവശ്യാർത്ഥം ദുബായിലേക്ക് പോയ ഇദ്ദേഹം നാളെ നാട്ടിലേക്കു മടങ്ങാനിരിക്കുകയായിരുന്നു. 45 വർഷത്തോളമായി പ്രവാസ ജീവിതം ആരംഭിച്ചിട്ട് മകൻ അൻവർ ദുബായിൽ ബിസിനസ് ചെയ്യുന്നു. എൻ്റെ മരവും മനാഫ് അല്ല, ഉമ്മറുട്ടി. ഓൻ പോലീസിൻ്റെ പിടിയിലായാലും എൻ്റെ മകളെ കുട്ടി വഴിയാതാരായാലും സന്തോഷം കണ്ടെത്തുന്ന നിങ്ങളെ മുമ്പിൽ എനിക്കൊന്നൊരു പ്രശ്നമല്ല. എൻ്റെ പഴയ ഒരു ചെങ്ങായിൻ്റെ മരണവാർത്തയാണ് ഇപ്പം നിങ്ങൾ വായിച്ചത്. ദർസിൽ ഓതുമ്പോഴുള്ള ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ. ഓം പിന്നെ അതെല്ലാം നിർത്തി വിസയും പാസ്പോർട്ടൊക്കെ സംഘടിപ്പിച്ച് വളരെ കഷ്ടപ്പെട്ട് ലോഞ്ചിന് പോയി. ഞാൻ ഈ നിലയിലുമായി. വർഷങ്ങൾക്ക് ശേഷം എന്നെ കാണാൻ വന്ന് എന്നെ പലതും പറഞ്ഞ് സമാധാനിപ്പിച്ച് സഹായിക്കുകയും ചെയ്തു. അതിനുശേഷം പോയതാ. ഓനെ പറിച്ചോ നേരത്തെ വിളിച്ചു. വല്ലാത്തൊരു കഷ്ടം തന്നെ. അയാളെ കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഉപകാരം ഇല്ലാതെയായി. ഇല്ലാതായതല്ല, ഇല്ലാതാക്കിയതാ. ആര്? പടച്ചോനെ. ഉസ്മാനെ, പടച്ചോനെ പറഞ്ഞ എനിക്ക് ലേശം ഏറുണ്ട് കേട്ടോ. അന്റെ ചാങ്കും കൊള്ളും ഞടക്കും. ഉസ്മാൻ പറയല് കാര്യണ്ട് കേട്ടോ. പടച്ചോൻ ഭാഗത്ത് കൂടെ ഇത്രയും ക്ലിയർ ആയിട്ട് അടക്കണ ഒരു മനുഷ്യജീവിനെ ഈ പൊന്നാങ്കരയും മാസിട്ട് തരണ കാണൂല. എന്നാലോ എടങ്ങേറും മുസീബത്തൊക്കെ കൂടി ഹോൾസെയിലായിട്ട് മൊല്ലാക്കാക്ക് എന്നാ കിട്ടിക്കൊണ്ടിരിക്കണം. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞ പോയിന്റ്. ഇപ്പൊ നിങ്ങൾ ആ പോയിന്റ് തന്നെ എത്തിയിരിക്കുന്നു. ഇത് ഈ വിഷയത്തിൽ മുണ്ടരുത് ഉസ്മാനെ. കോയിനിറക്കണ കത്തിന്റെ അറിയില് അന്റെ ചാങ്കി അടക്കും. നിർത്തുക. എന്തത്? ഇന്റെ കാര്യത്തിൽ നിങ്ങൾ കഴുത്തും കത്തി നിൽക്കണ്ട. ഇന്റെ കാര്യത്തില് ഇന്നെക്കാലം ബജാർ ആർക്കുണ്ടാവുക? ഇതൊക്കെ പടച്ചോലെ ചെറിയൊരു പരീക്ഷണമായിട്ടാണ് ഞാൻ കാണുന്നത്. മറ്റു പലരും ഒരു വഴിക്കും പരീക്ഷണങ്ങളൊന്നും വരരുതെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ കുഞ്ഞുമൊയ്തീനുണ്ടല്ലോ, ഉണ്ടായ പരീക്ഷണങ്ങളൊക്കെ നേടാനുള്ള കരുത്ത് കാട്ട് റബ്ബേ എന്നാണ് പ്രാർത്ഥിക്കാറുള്ളത്. അല്ലെങ്കിൽ ഇതൊക്കെ ഒരു പരീക്ഷണമാണ്. അള്ളാന്റെ റസൂലും മുത്തുനബി എന്തെല്ലാം അനുഭവിച്ചു. പട്ടിണിയും ദുരിതങ്ങളും ശത്രുക്കളെ ശല്യം സഹിക്കാൻ വയ്യാഞ്ഞിട്ട് നാടുവിടലും, അങ്ങനെ എന്തെല്ലാം. വയസ്സുകാലത്ത് ആറ്റുനോറ്റുണ്ടായ മുത്തുനബി ഇസ്മായിലിനെ ഒരു സ്വപ്നത്തിലൂടെ ബലിയിറക്കാൻ പടച്ചോൻ പറഞ്ഞത്. ഭാര്യയെയും കുട്ടിയെയും മരുഭൂമിയിലിട്ട് ഉപേക്ഷിക്കാൻ പടച്ചോൻ ആവശ്യപ്പെട്ടത്. ഇതൊക്കെ ഇബ്രാഹിം നബി അനുഭവിച്ച ത്യാഗങ്ങളാണ്. കുഷ്ഠരോഗം കൊണ്ട് നരകയാതന അനുഭവിച്ച അയ്യൂബ് നബീൻ്റെ ചരിത്രം
പ്രിയപ്പെട്ട മകനായ യൂസുഫ് നബിയെ കാണാതെ വ്യസനിച്ച വൃദ്ധനായ യാക്കൂബ് നബിന്റെ ചരിത്രം. അങ്ങനെ നമ്മൾ സാധാരണ മനുഷ്യർക്ക് മനസ്സിലാവാൻ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. അള്ള ഇവരെയൊക്കെ പരീക്ഷിക്കുന്നത് ഇവരെ ഒന്നും ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. അള്ളാന്റെ പരീക്ഷണം ക്ഷമയോടെ ഇവർ സ്വീകരിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെയാണോ ഞാനൂരുകളായ നമ്മൾ. എന്നാലും നിങ്ങളെ മകൻ ഒരു നല്ല നിലയിലായിരുന്നെങ്കിൽ നിങ്ങൾ ഇത്ര വിഷമിക്കില്ലായിരുന്നു. അതിന് നമ്മളെ നാട്ടുകാരെ ഉപദേശിക്കാനും ഖുർആൻ ചരിത്രം പഠിപ്പിച്ചാനല്ല മൂപ്പർക്ക് നേരമുള്ളൂ. മൂപ്പരെ മകനാദ്യം നന്നാക്കട്ടെ, എന്നിട്ടല്ല നമ്മളെ. അത് ഇജ്ജ് പറഞ്ഞത് ശരിയാ. നിങ്ങൾ എന്നെ എത്ര വേണേലും പരീക്ഷിച്ചോളി, എന്നാലും ഞാൻ പറയേണ്ടത് നല്ലതിനാച്ചാൽ ഞാൻ പറയും. അതിലെന്റെ മകനെന്നോ അന്യ ആളെന്നോ ഒരു വേർതിരിവില്ല. എന്നിട്ടും മകൻ നന്നായിട്ടില്ലെങ്കിൽ അത് ഓൻ്റെ കുഴപ്പാ, അത് ബാപ്പയായ എൻ്റെ കുഴപ്പമല്ല. വലിയ വെള്ളപ്പൊക്കത്തിൽ മുങ്ങിച്ചാവാൻ പോണ നേരത്ത് നൂഹ് നബിന്റെ മകൻ നൂഹ് നബിന്റെ കപ്പലിൽ കയറാൻ കൂട്ടാക്കിയില്ല, അത് ഓൻ്റെ നഷ്ടം. അവിടെ നൂഹ് നബി ഒരു ബാപ്പാന്റെ കടമ ചെയ്തു. പിന്നെ ഈ ദുനിയാവിൽ കാണുന്ന ഏത് കാര്യത്തിലും കുഴപ്പം കണ്ടുപിടിക്കാൻ കച്ച കെട്ടി ഇറങ്ങിയാല് അവർക്ക് സ്വന്തം കുഴപ്പങ്ങൾ തിരിച്ചറിയാൻ നേരം ഉണ്ടാവില്ല. അതാണ് ഇങ്ങക്കൊക്കെ പറ്റിയ രോഗം. പണ്ടൊക്കെ ഗീബത്തും നമീബത്തും സ്ത്രീകളുടെ മാത്രം ഏർപ്പാടായിരുന്നു. ഇപ്പൊ അത് നമ്മൾ ആണുങ്ങൾ തുടങ്ങിയിരിക്കണം. അത് സ്ത്രീകൾ നന്നായോണ്ടല്ല, ഓർക്കത് നേരില്ലാത്തോണ്ടാ. അവർക്ക് TV സീരിയലൊക്കെ കാണണ്ടേ. അപ്പം അതെല്ലാം അവനവന്റെ ഇഷ്ടം. മനുഷ്യന്റെ ജീവിതം, ഇഹലോകം, പരലോകം, ഇതൊക്കെ ഒന്ന് ഓർക്കുക. നിശ്ചയമായും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്, പരിശുദ്ധ ഖുർആനിലുണ്ട്. പിന്നെ മൊല്ലാക്കാന്റെ ഈ പായരം പിടിച്ച ജീവിതമാണ് പലരെയും ഇടയിൽ മറ്റൊരു നേരം പോക്ക്. അതൊന്നും ഞാൻ കാര്യമാക്കല്ല. അള്ള വിചാരിച്ച ആർക്കാണ് എപ്പോഴാണ് എത്ര കൊടുക്കാന്ന് വല്ല വിഷയമുണ്ടോ? ഓന്റെ ഖജനാവിൽ അങ്ങനെ എത്ര ഉണ്ട്? അല്ലാ. എവിടെടാ ചെറ്റ ഹോമിയോ ഡോക്ടർ? അവനെ ഇന്ന് ഞാൻ ശരിയാക്കും. ഡോക്ടർ നിങ്ങളെ കണ്ടപ്പോ മുങ്ങിയതാവും. അവൻ എവിടെ പോയി മുങ്ങിയാലും പൊങ്ങിയാലും നാളത്തെ സൂര്യോദയം കാണാൻ അവനുണ്ടാവില്ല. അവന്റെ ഒരു ഹോമിയോ ക്ലിനിക് മാറി നിക്കടാ. മാറടാ അവിടുന്ന്. അവനെ എന്റെ കയ്യിൽ കിട്ടും. എന്നാലും റഹീം ഡോക്ടറെ വല്യമത്തരം ദോടൻ തീർന്നല്ലോ. നാള് കോയിന്റെ കൊടലുമാലി റോട്ടുമെട്ടു എന്ന് പറഞ്ഞിട്ട് എന്തെല്ലാം പുകില അയാൾ ഇവിടെ ഉണ്ടാക്കിയത്. അതിന് ഡോക്ടറെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല. നാട്ടിൽ പകർച്ചവ്യാധികളും മാറാരോഗങ്ങളും വരുന്നത് നിങ്ങളെപ്പോലുള്ളവരുടെ ഇത്തരം പ്രവൃത്തികളാണ്. പോരാത്തതിന് വല്ലാത്ത നാറ്റവും. അപ്പൊ ഡോക്ടർക്കും ആൾക്കാരെ കണ്ടുപിടല്ലേ? എന്താ ഡോക്ടർ നിങ്ങളെ വരിയിലെ ചെലവ് നടത്തൽ തുടങ്ങിയോ? എടാ തിരുപ്പങ്കോയെ, വെറുതെ അല്ലേ നിന്റെ തിരുപ്പങ്കോയെന്ന് പറയണത്. ഈ കുറ്റം പറയുന്ന ഡോക്ടറെ മരുന്നും ചികിത്സയും ചായയും വെള്ളവും എത്ര നക്കിയിട്ടുണ്ട് നീ, നന്ദിയില്ലാത്തവനെ. ഇനി ഇവിടെ ശരിയാവില്ല. നിങ്ങള് ചായപ്പീടിക്കാണ് തടി കേടാക്കണ്ട. ദൈവമേ, ആ ഡോക്ടർ നല്ലവനാ, അയാൾക്കൊരാപത്തും വരുത്തരുതേ.